ഹായ് ഗൈസ്, ഇപ്പോഴത്തെ എൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തപ്പലാണ്. കാരണം ഉണ്ടായിരുന്ന ജോലി ഒരാവേശത്തിന് കളയുകയും ചെയ്തു. പുതിയ ജോലി കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ജോലി തപ്പിയിരിക്കുന്ന വഴിയിലാണ് എനിക്ക് പെട്ടെന്ന് വിശന്നത്. എന്നാൽ പിന്നെ കിച്ചണിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. പക്ഷേ കിച്ചണിലൊന്നുമില്ല, എന്തുണ്ടാക്കും ആലോചിച്ചു, കിട്ടി, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടേ. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. സവാളയും വെണ്ടയ്ക്കയും ചുണ്ടൻ തുണ്ടായിട്ട് കുറച്ച് അരിഞ്ഞു, കുറച്ച് തൈരെടുത്തു. നന്നായിട്ട് ആ തൈരൊന്ന് കലക്കിയെടുക്കുന്നത്. ഇത് കുറച്ച് കട്ടത്തൈരാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. പിന്നെ അതൊന്ന് കലക്കില്ലാതായിട്ട് ലൂസായി വരുമ്പോഴത്തേക്കും നമ്മളൊരു പാനൊക്കെ അങ്ങ് വച്ച് അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉലുവ, പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ടോളൂ. ഞാൻ മറന്നു പോയിടാനായിട്ട് ഞാൻ കുറച്ച് വേപ്പിലിട്ടു. പിന്നെ ഈ സവാളയും വെണ്ടയ്ക്കയും കൂടി ഒറ്റയടി അങ്ങോട്ട് തട്ടി. പിന്നെന്താ, കടുക് വരാ. എന്നിട്ട് അത് നന്നായോ വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചു. പിന്നെ കുറച്ച് 2 പച്ചമുളകും അങ്ങ് കീറിയിട്ടു. പച്ചമുളകിന് ഭയങ്കര എരിവാണ്, അതുകൊണ്ട് കീറിയിട്ടെ. പിന്നെ തൈരിലേക്ക് അതങ്ങ് തട്ടാം എന്നിട്ട് മൂത്ത് ചെയ്യുമ്പോൾ. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. കറി റെഡി. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ കാണാൻ? ഓക്കെ, അപ്പം പിന്നെ ഇത് മാത്രം പോരല്ലോ, ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മുടെ സ്ഥിര ഐറ്റം മുട്ട ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുളക് പൊടിയാണ് ഇട്ടത്. പച്ചമുളക് എനിക്ക് അത്ര പിടുത്തമില്ല, അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ മുളക് പൊടിയിട്ട് മുട്ടയിട്ട് ഉള്ളിയിട്ട് നന്നായിട്ട് ഇളക്കി, കുറച്ച് വേപ്പിലയിട്ട് വീണ്ടും ഇളക്കി, നന്നായിട്ട് ഇളക്കി കുറച്ച് എണ്ണയിട്ട് പാനും വെച്ച് അതിനകത്തേക്ക് മുട്ടയും തട്ടി. ഇനി അതൊന്ന് വെന്ത് വരണം. അങ്ങനെ പൊങ്ങി വെന്ത് വരണത് കണ്ടോ? നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ എന്തോ സാധാരണ മുട്ടണ പോലെ മറിച്ചിട്ട് കഴിഞ്ഞ് അത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഈ ചെടി എങ്ങനെയുണ്ട്? ഇത് ഫേക്കാന്ന് തോന്നുമെങ്കിലും തോന്നില്ല എന്ന് പറയണേ. പിന്നെ കുറച്ച് കറി ഇട്ടു. ആ സൈഡിലേക്ക് ആ മുട്ട വറുത്തതും കൂടി അങ്ങ് വെച്ചിട്ട് പിന്നെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട് ഗൈസ്. ഗ്രിഡ് ഇതാണ് കല്ലുമ്മക്കായ അച്ചാർ. ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി കല്ലുമ്മക്കായ അച്ചാർ. ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാമല്ല. പിന്നെ ഒറ്റയ്ക്ക് കൊച്ചൊന്നും ഇല്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ചോറ് തിന്നുമ്പോൾ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസൊക്കെ വെച്ച് കാണൽ അതൊരു ത്രില്ലാണല്ലോ. അപ്പോൾ സീരീസും വെച്ച് സെറ്റ്, ചോറും കറിയും. അപ്പം നമുക്കിന്ന് കഴിച്ച് വയ്ക്കാമല്ലോ. മുട്ടയെടുത്ത് ആ മുട്ടയും കറിയും പിന്നെ അച്ചാറും കുറച്ചും കൂടി മുട്ടയും പിന്നെ കുറച്ചും കൂടി അച്ചാറും ഒക്കെ വെച്ച് അത് നന്നായിട്ട് അങ്ങ് ഇളക്കി ഞം അടിപൊളി.